ഫിഫ ക്ലബ് ലോകകപ്പിൽ വമ്പന്മാർ എന്ന കളത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും കരുത്തരായ റയൽ മാഡ്രിഡും ഇന്റർ മിലാനുമെല്ലാം ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിനിറങ്ങും. അഞ്ച് തവണ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഫിഫ ക്ലബ്ബ് ലോകകപ്പുകൾ എന്ന റെക്കോർഡ്. പുതിയ ഫോർമാറ്റിലെത്തുന്ന ക്ലബ്ബ് ലോകകപ്പ് നേടുന്ന ആദ്യ ടീമെന്ന ആർക്കും മാറ്റിയെഴുതാനാവാത്ത റെക്കോർഡും സ്വന്തമാക്കാൻ രണ്ടും കൽപ്പിച്ചാണ് ലോസ് ബ്ലാങ്കോസ്. കാർലോ ആഞ്ചലോട്ടിയെ മാറ്റി സാബി അലോൺസിയെ പരിശീലകനാക്കിയായിരുന്നു ടീമിലെ പൊളിച്ചെഴുത്തിന്റെ തുടക്കം. കിലിയൻ എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും ജൂഡ് ബെല്ലിംഗാമും ഉൾപ്പെടെ താരത്തിളക്കത്തിന് ഒട്ടും കുറവില്ലാത്ത നിരയിലേക്ക് ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡിനെയും ഡീൻ ഹ്യൂസിനെയും എത്തിച്ച ഗലാറ്റിക്കോസ് വികസിപ്പിച്ചു. ആദ്യ മത്സരത്തിൽ സൗദി വമ്പന്മാരായ അൽ ഹിലാലാണ് റയലിന്റെ എതിരാളികൾ. യാസിൻ ബോണോയും റൂബൻ നെവസും യാവോ കാൻസലോയും അലക്സാണ്ടർ മിത്രോവിച്ചും ഉൾപ്പെടുന്ന അൽ ഹിലാൽ റയലിന് വൻ വെല്ലുവിളിയാകുമെന്നുറപ്പ്. ഇന്ത്യൻ സമയം രാത്രി 12:30-ക്കാണ് മത്സരം. നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി രാത്രി 9:30-ക്ക് മൊറോക്കൻ ക്ലബ്ബ് വദാദ് കസബ്ലാങ്കയെ നേരിടും. കഴിഞ്ഞ സീസണിൽ ഒറ്റക്കപ്പും നേടാനാവാത്ത പെപ് ഗാർഡിയോളയ്ക്കും സംഘത്തിനും ഫിഫ ക്ലബ്ബ് ലോകകപ്പ് നിർണായകം. ഇന്റർ മിലാൻ മോൺട്രി FC മത്സരം വൈകിട്ട് 6:30-ക്കാണ്. സ്പോർട്സ് ഡെസ്ക് 24.